പെങ്ങളെ ഞാനൊരു ചരിത്രം പറയട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയുമോ? ആരുടെ മകനാണെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാ കരയാത്ത കണ്ണുകൾ കരയുമടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണമടുത്തിരിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യനെ അടുത്ത് വിളിക്കുകയാ. ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. ഫാത്തിമയോട് വസിയത്ത് ചെയ്തു, ഉപദേശങ്ങൾ കൊടുത്തു, യാത്ര പറഞ്ഞു, പൊരുത്തം ചോദിച്ചു. എന്നിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ എന്റെ മരണമടുത്തിരിക്കുന്നു ഫാത്തിമ, മരണമടുത്തിരിക്കുന്നു ഫാത്തിമ. ഫാത്തിമയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? പോകാ സമയമായി ഫാത്തിമ. ഫാത്തിമ പറഞ്ഞിങ്ങനെ സംസാരിച്ചു, ഒന്നും പറയാനില്ല. പൊരുത്തം ചോദിച്ചു, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എങ്കിൽ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഭാര്യ ചോദിച്ചു, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയല്ലേ, അവസാന സമയമല്ലേ, ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്തിനാണ് എന്നെ പുറത്തിറക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ, റൂമിന്റെ വെളിയിലിറങ്ങു ഫാത്തിമ. ഇന്നി അറാ ഖലക ലൈസു ബിഉനാസിൻ വലാ ജാർ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയോട് പറയുകയാണ്, നീ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കു പെണ്ണേ, ഞാൻ അടുത്ത് നിൽക്കേണ്ട സമയമാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? യാ ഫാത്തിമ, മലക്കുകൾ വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു മോളെ, നീ എന്റെ അടുത്ത് നിൽക്കല്ലേ, അല്ലാഹുവിന്റെ മലക്കുകൾ വരുന്നു മോളെ, എന്റെ റൂഹ് പിടിക്കാൻ മലക്കുകൾ വരുന്നു പെണ്ണ്, അതുകൊണ്ട് വാതിലടച്ചിട്ട് പുറത്തിറങ്ങ്. മനസ്സില്ല മനസ്സോടെ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ വാതിലടച്ചിട്ട് പുറത്തിറങ്ങി. ഉമ്മ മനസമാധാനമില്ല, ഭർത്താവ് മരിക്കാൻ പോവുകയാ. ഫാത്തിമയ്ക്ക് സമാധാനമില്ലാതെ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുവിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? തന്റെ ഭർത്താവ് സംസാരിക്കുകയാ. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നതെന്നറിയോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ, അസ്റായിലിനോട് സലാം പറയുകയാ. അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാണ്. മർഹബാ വാസ്റായില്, മംഗളം നേരുകയാണ്. ഫാത്തിമ നോക്കുമ്പോ തന്റെ ഭർത്താവ് ഖുർആൻ ഓതുകയാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനാക്കരുത്. മയ്യത്ത് കൊണ്ടടക്കുന്ന സ്ഥലങ്ങളെ പോലെ നിങ്ങളുടെ വീട് നിങ്ങൾ ആക്കരുത്. നിശ്ചയം എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ബഖറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു, പിശാച് ആ വീട്ടിൽ ഉണ്ടാകില്ല.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ഏറ്റവും വലിയ സൂറത്ത്, ഏറ്റവും വലിയ സൂറത്ത്, 2.5 ജുസുബോളമുള്ള ആ സൂറത്തുൽ ബഖറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നോ അവിടെ ഇബ്ലീസ് ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു യാസീൻ ഓതുന്നില്ല, പിന്നെ 2.5 ജുസുള്ള ബഖറ ഓതുക. എന്നിട്ടാണ് ഇങ്ങനെ നടക്കുക, ശൈത്താനെ ഇറക്കാനുള്ള വഴി തേടിയിട്ട്. ചാത്തനെ ഇറക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞ് നടക്കുക. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ നിന്റെ വീടിനകത്തിരുന്ന ഏത് ചാത്തരും വെളിയിൽ ഇറങ്ങുന്ന നമ്മളോ അതില്ല, ഓതാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ നടക്കും. എവിടെങ്കിലും പോകും കുറച്ച് അത് ഇതൊക്കെ ചെയ്യണം. അപ്പോ ഉപ്പും കല്ലും എടുത്തിട്ട് തെക്ക് വടക്ക് നടന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നിന്റെ വീടിനകത്ത് പാരായണം ചെയ്യ്. നീ അത് പള്ളിപ്പറമ്പ് പോലെ ആക്കല്ലേ എന്ന് പറഞ്ഞ ഖുർആൻ ഓതാത്ത വീടിനെ കുറിച്ചായി പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അത് ശ്മശാനം പോലെയാ, അത് ശവപ്പറമ്പ് പോലെയാണ്, പള്ളിപ്പറമ്പ് പോലെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫർദല്ലാത്ത നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യർ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തജഅലൂ ബുയൂതകും മഖാബിറ ഇന്ന ശൈത്വാന യൻഫിറു ബി ബൈതിൻ അല്ലദീ തുഖറഉ ഫീഹി. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അപ്പോൾ ഒന്ന് ഫർളല്ലാത്ത നമസ്കാരങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ ഏത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു, അള്ളാഹുവെ ആ നിസ്കാരം വല്ലാത്ത ഇഷ്ടമുള്ളതാണ്, ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വരുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. ഞാനൊരു ചരിത്രം പറയട്ടെ, നിങ്ങളെ ഒരുപാട് വാഴ കേൾക്കുന്നവളല്ലേ നിങ്ങള്, ഞാനും നിങ്ങളും ഒരുപാട് വാഴ കേൾക്കുന്നവരാണ്. പടച്ചവനെ, പെണ്ണുങ്ങൾ 24 മണിക്കൂറും വാഴാണ്. പടച്ചവനെ, ഉസ്താദന്മാരുടെ പ്രസംഗം ഓൺലൈനായി കേൾക്കുന്നവരാണല്ലോ. മൊബൈല് മുഴുവനും വാഴാണല്ലോ പെങ്ങള്, മൊബൈല് മുഴുവനും വാഴാണല്ലോ. എന്നിട്ട് ജീവിതത്തിൽ നിനക്കൊക്കെ വല്ല മാറ്റവുമുണ്ടോ? പറയുന്നവനുമില്ല, കേൾക്കുന്നവനുമില്ല. എന്നാ നീയൊക്കെ പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവരോടും പറയുകയാ, ലോകത്തുള്ള സർവ്വ ജനതയോടും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറയുന്നുണ്ട്, ഒരു പെണ്ണിന്റെ ചരിത്രം പറയുന്നുണ്ട്. ആരാണ് ആ പെണ്ണെന്നറിയോ? ആ പെണ്ണിന്റെ യോഗ്യത എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ആരാണ് ആ പെണ്ണെന്നറിയോ? ആ പെണ്ണ് നിന്നെ പോലെ 101 വഅദ കേട്ടവളല്ല, ഒരു ദിവസം രാവും പകലും വഅദ കേട്ടവളല്ല. ജീവിതത്തിൽ ഒരേ ഒരു വഅദ കേട്ടുള്ളൂ. ജീവിതത്തിൽ ഒരേ ഒരു വഅദ കേട്ടിട്ട് നന്നായ ഒരു പെണ്ണിന്റെ ചരിത്രം അല്ലാഹു പറയുകയാ. എന്നിട്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് പറയാ, വിശ്വാസത്തിന്റെ വിഷയത്തില് നിങ്ങളാ പെണ്ണിനെ കണ്ടുപഠിക്കണേ, നിങ്ങളാ പെണ്ണിനെ കണ്ടുപഠിക്കണേ. ഏതാണ് ആ പെണ്ണെന്നറിയോ? ആരുടെ വഅദാണ് കേട്ടതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔൻ ഉണ്ടല്ലോ, ആ സാക്ഷാൽ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നിട്ട് അല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു പറയുകയാ. മൂസാ നബിയോട് പറഞ്ഞു, മൂസാ, നീ ഫിർഔനിന്റെ
കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നിട്ട് അള്ളയാരാണെന്ന് പറഞ്ഞു കൊടുക്ക്. മൂസാ നബി അലൈഹിസ്സലാമിന് ചെറിയ ഒരു പേടിയായി. അല്ലാഹുവേ, മൂസാ നബി പറഞ്ഞു, പടച്ചവനെ, സഹോദരൻ ഹാറൂനിനെ കൂടെ എന്റെ കൂടെ പറഞ്ഞു വിടണം തമ്പുരാന്. അങ്ങനെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കൂടെ പറഞ്ഞു വിടുകയാ. അങ്ങനെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് അവന്റെ മുമ്പിൽ ചെന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ഫിർഔൻ, എനിക്കൊരു റബ്ബുണ്ട്, അല്ലാഹു ഏകനാണ്. ഈ ഭൂമി പടച്ചവൻ അല്ലാഹുവാണ്, സൂര്യനെ പടച്ചവൻ അല്ലാഹുവാണ്, ചന്ദ്രനെ പടച്ചവൻ അല്ലാഹുവാണ്, നിന്നെ പടച്ചവൻ അല്ലാഹുവാണ്. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് ഫിർഔനിനോട് പറഞ്ഞു കൊടുക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ക്രൂരനായ ഫിർഔനിന്റെ കൊട്ടാരത്തിനകത്ത് ചെന്നിട്ട് അല്ലാഹയെ കുറിച്ച് മൂസാ നബി ഇങ്ങനെ വാഴ്ന്നു പറയുകയാണ്. അല്ലാഹയാരാണെന്ന് പറയുമ്പോ ഫിർഔന് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരടാ അല്ലാഹ്? എടാ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ ഞാനാടാ മൂസാ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയോട് അതാ ഫിർഔൻ അവിടെ നിന്ന് തിരിച്ചു സംസാരിക്കുകയാണ്. മൂസാ നബി വാഴ്ന്നു പറയുന്നത് ഒരു പെണ്ണ് കേൾക്കുകയാ. നബി അലൈഹിസ്സലാം വഅദ് പറയുന്നത് ഒരു പെണ്ണ് കേൾക്കുകയാണ്. ആ കൊട്ടാരത്തിലെ ജോലിക്കാരിയായ മഹദിയായ മാഷിത, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാഷിത എന്ന് പറയുന്ന പെണ്ണ്. ആ മാഷിത മൂസാ നബി വഅദ് പറയുന്നത് കേൾക്കുകയാണ്. പടച്ചറബ്ബേ, മൂസാ നബി പറയുന്നത് കേട്ടപ്പോ മാഷിതയ്ക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാ. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാ. അങ്ങനെ മുസ്ലിമായടോ, മാഷിതയുടെ ഭർത്താവ് മുസ്ലിമായടോ, മാഷിതയുടെ മക്കള് മുസ്ലിമായടോ. എന്നാൽ ആരും അറിയണ്ട എന്ന് പറഞ്ഞ് മൂസാ നബി പോവുകയാണ്. അങ്ങനെ മാഷിത ബീബി ഫിർഔനിന്റെ കൊട്ടാരത്തിനകത്ത് മുസ്ലിമായി ജീവിക്കുകയാണ്. ഒരു ദിവസം ഫിർഔനിന്റെ മകളുണ്ടല്ലോ, മുടി ചീകുന്നതിന് വേണ്ടി മാഷിത്ത ചീപ്പെടുക്കുകയാ. മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുമ്പോ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ നിന്ന് ചീപ്പങ്ങ് താഴെ വീഴുകയാ. ആ ചീപ്പങ്ങ് താഴെ വീണപ്പോ മാഷിത്ത ബീബി പറഞ്ഞു, ചീപ്പ് താഴെ വീണിട്ട് എടുക്കുമ്പോ മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ലാഹ്. ഫിർഔനിന്റെ മകള് ചോദിക്കുന്നു, ആരാ അല്ലാഹ്? ഫിർഔനിന്റെ മകള് ചോദിക്കുകയാ, ആരാ അല്ലാഹ്? മാഷിത പറഞ്ഞു, എന്റെ റബ്ബാണ് അല്ലാഹ്, എന്റെ റബ്ബാണ് അല്ലാഹ്, എന്നെ പടച്ചത് അള്ളയാണ്. ഫിർഔനിന്റെ മകള് ചോദിക്കുകയാ, എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? മാഷിത ബീബി പറഞ്ഞു, മോളെ, നിന്റെ വാപ്പാനെ പടച്ച ഒരു റബ്ബ് വേറെയുണ്ട്. ആ മൂസാ നബി വന്ന് പറഞ്ഞ റബ്ബുണ്ടല്ലോ, ആ റബ്ബാണ് നിന്നെ പടച്ചത്, എന്നെ പടച്ചത്, നിന്റെ വാപ്പാനെ പടച്ചത്. ഈ ലോകത്തിന്റെ അധിപൻ അല്ലാഹുവാണ്. ഇത് കേൾക്കേണ്ട താമസം. ആ മകള് നേരെ ഫിർഔനിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാ, നിങ്ങളല്ലാതെ ഒരു റബ്ബുണ്ടോ? നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ആരാ പറഞ്ഞത് വാപ്പയല്ലാതെ വേറൊരു റബ്ബുണ്ടെന്ന്? മാഷിത പറഞ്ഞിരിക്കുകയാണ്. മാഷിത പറയുന്നു, നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന്. പടച്ചവനെ, മാഷിത്താനെ പിടിച്ചുകൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു പിന്മാറാൻ. മാഷിത പറഞ്ഞു, ഞാൻ പിന്മാറാൻ തയ്യാറല്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായി എന്നറിയുമ്പോ നാണക്കേടല്ലേ, നാണക്കേടല്ലേ. പടച്ചവനെ, കൊട്ടാരത്തില് പലരും അറിഞ്ഞു തുടങ്ങി. അവസാനം അങ്ങനെ ഒരു തീരുമാനമെടുത്തു, മാഷിത്താനെ എങ്ങനെയെങ്കിലും മതം മാറ്റണം, ഇവിടെ എങ്ങനെയെങ്കിലും മതം മാറ്റണം. ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പടച്ചവനെ, എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. എന്നിട്ടും മാഷിത ബീബി റളിയല്ലാഹു തആല
തആലാൻഹയെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഫിർഔൻ ചോദിച്ചു, മാസിത്താ, ഞാനാണ് റബ്ബെന്ന് പറ മാസിത്താ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും മാസിത്താ. മാസിത്ത പറഞ്ഞു, നീയൊക്കെ എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. ശത്രുക്കൾക്ക് ദേഷ്യമായടോ. എന്ത് ചെയ്തെന്നറിയോ? മാസിത്ത ബീവി ചോരക്കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് റബ്ബേ മാസിത്തയുടെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് വരികയാ. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് തലകീഴായി കെട്ടി നിർത്തിയിട്ട് ഫിർഔൻ ചോദിക്കുന്നു, മാസിത്താ, തീരുമാനത്തിൽ മാറ്റമുണ്ടോ മാസിത്താ? തീരുമാനത്തിൽ മാറ്റമുണ്ടോ മാസിത്താ? ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു കളയുമടി. മാസിത്ത ബീവി റളിയല്ലാഹു തആല തന്റെ ഭർത്താവിനെ കൊല്ലാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമ്പോ ചിരിച്ചു പെങ്ങള് മാസിത്ത ചിരിക്കുകയാ. തന്റെ ഭർത്താവിനോട് പറയുന്നു, നാളെ അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ. ശത്രുക്കള് മാസിത്ത ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുകയാ. അനങ്ങിയില്ല പെങ്ങള്. മാസിത്ത കരഞ്ഞില്ല പെങ്ങള്. മാസിത്താടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറവയെ പോലെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന കാഴ്ച കാണുകയാ. രണ്ടാമതും മാസിത്താടെ മൂത്ത മകളെ കൊണ്ടുവരികയാണ്. തന്റെ പൊന്നാര മകളെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് അവളെന്ന് ചോദിച്ചു, മാസിത്താ, ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞല്ലോ, ഇത് നീ നൊന്ത് പ്രസവിച്ച നിന്റെ മകളാണ്, മാറ്റമുണ്ടോ മാസിത്താ? കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ പൊന്നാര മകളെ യാത്രയാക്കുകയാ. ആ മകളെയും തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിച്ചൊഴുങ്ങള്. മാസിത്ത അനങ്ങിയില്ല, മാസിത്ത കരഞ്ഞില്ല. പടച്ചവനെ രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നു. അതിനെയും തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. മാസിത്ത മിണ്ടിയില്ല. രണ്ടു മക്കളും മരിച്ചു. പടച്ചവനെ ഫിർഔനിന്റെ അനുയായികൾ മാസിത്ത ബീവിയുടെ ചാരത്തേക്ക് വരികയാ. എന്തിനാണ് വന്നതെന്നറിയോ? തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന പാല് കുടിക്കുന്ന പൊന്നുമോനെ പിടിക്കാറ്. ആ പാല് കുടിക്കുന്ന പൊന്നുമോനെ, ആ ചോര പൈതലിനെ പിടിക്കാൻ ശത്രുക്കൾ അടുത്തേക്ക് വന്നപ്പോ മാസിത്തയുടെ കണ്ണ് നിറയുകയാ. ഒന്ന് പതറിപ്പോയടോ, ഒന്ന് പതറിപ്പോയടോ. കാരണം 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പൊന്നാര മകനാ. ആ പൊന്നുമോൻ പാല് കുടിക്കുന്ന കുഞ്ഞാണ്. അവനെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ. ആ പൊന്നുമോനെ ഇങ്ങനെ അടുത്തേക്ക് പിടിക്കുമ്പോ ശത്രുക്കള് വിചാരിച്ചു മാസിത്ത തോറ്റുപോയെന്ന്, മാസിത്ത പരാജയപ്പെട്ടു പോയെന്ന് ചിന്തിക്കുകയാണ്. എല്ലാവരും കളിയാക്കുകയാണ്, എല്ലാവരും കളിയാക്കുകയാണ്. പഠിച്ചവരെ എല്ലാവരും മാസിത്ത ബീവിയെ നോക്കി ചിരിക്കുകയാണ്. ആ സമയത്ത് ആ പാല് കുടിക്കുന്ന മകൻ ഇങ്ങനെ നോക്കുകയാണ്. ഉമ്മയുടെ മാറിടത്തിലേക്ക് ചേർന്നിരിക്കുന്ന പൊന്നുമോന്, ആ പൊന്നുമകൻ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കുന്നു. ഉമ്മയാണെങ്കിൽ തലതാട്ടി പിടിച്ചു നിന്ന് കരയുകയാ. ആ സമയത്താണ് ആ പൊന്നുമോൻ പറഞ്ഞതെന്തെന്നറിയോ? ആ പാല് കുടിക്കുന്ന പൊന്നുമോ പറഞ്ഞതെന്തെന്നറിയുമോ? യാ ഉമ്മാ ലാ തഖഫ് വലാ തഹ്സൻ. ആ പാല് കുടിക്കുന്ന പൊന്നുമോന് ചിരിക്കുന്നവന്മാരുടെ ചുറ്റും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ വെച്ചിട്ട് ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് വിളിച്ചു, ഉമ്മ എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മ പേടിക്കുന്നത്?
എന്തിനാ ഉമ്മ ദുഃഖിക്കുന്നത്? നമുക്ക് സ്വർഗമുണ്ടല്ലോ ഉമ്മ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. എന്നാടാ ശത്രുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. തളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് തന്റെ പാല് കുടിക്കുന്ന പൊന്നുമോനെ കരിക്കുകയാണ്. അനങ്ങിയില്ല പെങ്ങളെ, ചലിച്ചില്ല പെങ്ങള്. അവസാനം ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ആ ആസിയ ബീബിയെ കൊല്ലുന്നതിന് മുമ്പ് ഫിർഔൻ അവിടെന്ന് ചോദിച്ചു, ആസിയ, എന്റെ മക്കളെ നീ പൊന്നുപോലെ നോക്കിയവളാട്, എനിക്ക് ഭക്ഷണം വിളമ്പി തന്നവളാട്, നിന്നെ കൊല്ലാൻ തോന്നുന്നില്ല ആസിയ, നീ മതം മാറുമോ ആസിയ? ആസിയ ബീബി പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. ആസിയ ബീബിയോട് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? പെങ്ങളെ പഠിക്ക പൊന്നുമോള്, ഫർദയും ഹിജാബും ധരിച്ചെന്ന് പറഞ്ഞ് ഈമാനുള്ളവളാകില്ല, യഥാർത്ഥ മുസ്ലിം ആകില്ല പെങ്ങള്. നിന്നെ പോലെ വികാരവും വിചാരവും മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇത് സർവ്വതുമായി ജീവിച്ചവളാണ് ആസിയ. ആസിയയോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ആസിയ പറഞ്ഞു, ഞങ്ങളെ എല്ലാവരെയും ഒരേ കബറിനകത്ത് തന്നെ ഒരുമിച്ച് കബറടക്കടേ, ഞങ്ങളെ ഒരുമിച്ച് കബറടക്കിയാ മതി. ഫിർഔൻ ആസിയയോട് പറഞ്ഞു, നിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ തോറ്റുപോയി പെങ്ങള്. ഈ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു കൊന്നിട്ട് ഫിർഔൻ എല്ലാം നേടിയതുപോലെ ഫിർഔൻ ഇങ്ങനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് കയറി ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് മുഴുവനും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ ഫിർഔൻ ഇങ്ങനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് കയറുമ്പോ അതാ ഫിർഔൻ ആസിയയോട് ചോദിച്ചു, ആസിയ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ പെണ്ണിനും കുടുംബത്തിനും ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ? ഇഷ്ടപ്പെട്ടോ ആസിയ? ഇഷ്ടപ്പെട്ടോ ആസിയ? ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ആ ഫിർഔൻ എന്ന് പറയുന്ന വൃത്തികെട്ടവന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ആ പെണ്ണു പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? ആ മൂസാ നബി പറഞ്ഞല്ലോ, ആ മൂസാ നബി പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? ആ മൂസ പറഞ്ഞതല്ലേ സത്യം? ആ മൂസ പറഞ്ഞ റബ്ബിനെ ഞാനും വിശ്വസിച്ചിരിക്കുകയാ. ഈ ആസിയ പറഞ്ഞ അല്ലാഹനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുകയാ. പറഞ്ഞതാരാ? ഫിർഔനിന്റെ ഭാര്യ. ഒരു വഅദേ കേട്ടുള്ളൂ ജീവിതത്തിൽ, ഒരേ ഒരു വഅദേ കേട്ടുള്ളൂ. ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു പ്രവാചകന്റെ മകളല്ല, ഒരു പ്രവാചകന്റെ സഹോദരിയല്ല, ഒരു സാധാരണ മനുഷ്യന്റെ മകളായ ആസിയ എന്ന് പറയുന്ന മഹദിയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞതെന്നറിയോ? അതാ ഖിയാമത്ത് നാൾ വരെയുള്ള ജനതയോട് അല്ലാഹു പറയുകയാ, നിങ്ങൾ ആസിയാനെ പോലെയാകട്, നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കട്, നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കട്. നിങ്ങളെ മരിക്കുന്ന സമയത്ത് പടച്ച റബ്ബിനോട് ആസിയ പറഞ്ഞതെന്തെന്നറിയുമോ? ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം വേണം പടച്ചവന്. അല്ലാഹുവോട് സ്വർഗത്തിലെ വീട് ചോദിച്ചിട്ടാണ് ആ ആസിയ ലോകത്തോട് വിട പറഞ്ഞത്. എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈമാൻ കേറിയാ പേടി പോയടോ. ഈമാൻ കേറിയാൽ അല്ലാഹു ഹൃദയത്തിനകത്ത് കേറിയാ നമ്മുടെ പേടി പോവുകയോ, നമ്മുടെ ഭയം പോവുകയോ. പിന്നെ നമുക്ക് ഒരാളെയേ പേടിയുള്ളൂ, നമുക്ക് ഒരാളെ മാത്രമേ പേടിയുള്ളൂ. അല്ലാഹുവിന് നമുക്ക് വല്ലാത്ത ഭയമാ. ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ജനതയോട് അല്ലാഹു പറയുകയാ, ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ ആസിയയെ കണ്ടുപിടിക്കുക. ആസിയ ബീബി റളിയല്ലാഹു തആല ജീവിതത്തിൽ കേട്ട ഒറ്റ വഅദ് മൂസാ നബി ഫിർഔനോട് വഅദ് പറഞ്ഞതാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനോട് വഅദ് പറഞ്ഞ ഒറ്റ വഅദ് കേട്ടിട്ട് നന്നായ മഹദിയാണ് ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു ആ മഹദിയുടെ പൊരുത്തം നൽകുമാറാകട്ടെ. പെങ്ങളെ, ഞാനൊരു ചരിത്രം പറയട്ടെ. മഹാനായ
മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയുമോ? ആരുടെ മകനാണെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാ കരയാത്ത കണ്ണുകൾ കരയുമടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണമടുത്തിരിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യനെ അടുത്ത് വിളിക്കുകയാ. ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. ഫാത്തിമയോട് വസിയത്ത് ചെയ്തു, ഉപദേശങ്ങൾ കൊടുത്തു, യാത്ര പറഞ്ഞു, പൊരുത്തം ചോദിച്ചു. എന്നിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ എന്റെ മരണമടുത്തിരിക്കുന്നു ഫാത്തിമ, മരണമടുത്തിരിക്കുന്നു ഫാത്തിമ. ഫാത്തിമയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? പോകാ സമയമായി ഫാത്തിമ. ഫാത്തിമ പറഞ്ഞിങ്ങനെ സംസാരിച്ചു, ഒന്നും പറയാനില്ല. പൊരുത്തം ചോദിച്ചു, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എങ്കിൽ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഭാര്യ ചോദിച്ചു, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയല്ലേ, അവസാന സമയമല്ലേ, ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്തിനാണ് എന്നെ പുറത്തിറക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ, റൂമിന്റെ വെളിയിലിറങ്ങു ഫാത്തിമ. ഇന്നി അറാ ഖലക ലൈസു ബിഉനാസിൻ വലാ ജാർ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയോട് പറയുകയാണ്, നീ റൂമിന്റെ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കു പെണ്ണേ, ഞാൻ അടുത്ത് നിൽക്കേണ്ട സമയമാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? യാ ഫാത്തിമ, മലക്കുകൾ വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു മോള്, നീ എന്റെ അടുത്ത് നിൽക്കല്ലേ, അല്ലാഹുവിന്റെ മലക്കുകൾ വരുന്നു മോള്, എന്റെ റൂഹ് പിടിക്കാൻ മലക്കുകൾ വരുന്നു പെണ്ണ്, അതുകൊണ്ട് വാതിലടച്ചിട്ട് പുറത്തിറങ്ങ്. മനസ്സില്ല മനസ്സോടെ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ വാതിലടച്ചിട്ട് പുറത്തിറങ്ങി. ഉമ്മ മനസമാധാനമില്ല, ഭർത്താവ് മരിക്കാൻ പോവുകയാ. ഫാത്തിമയ്ക്ക് സമാധാനമില്ലാതെ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുവിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? തന്റെ ഭർത്താവ് സംസാരിക്കുകയാ. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നതെന്നറിയോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ, അസ്റായിലിനോട് സലാം പറയുകയാ. അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാണ്. മർഹബാ വാസ്റായില്, മംഗളം നേരുകയാണ്. ഫാത്തിമ നോക്കുമ്പോ തന്റെ ഭർത്താവ് ഖുർആൻ ഓതുകയാ. അസ്റായില് റൂഹ് പിടിക്കാമെന്നപ്പോ തന്റെ ഭർത്താവ് ഖുർആൻ ഓതുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാണ്. ഏതായത്താ ഓതിയതെന്നറിയോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വലാഖിബതു ലിൽമുത്തഖീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അസ്റായിൽ എന്ന് പറയുന്ന മലക്കം തന്റെ അനുയായികളെ റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ അവസാന സമയം അവിടെ കടന്ന് ഓതിയ ആയത്ത് തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ
نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഫാത്തിമയുടെ കണ്ണ് നിറയുകയാണ്. തന്റെ പ്രിയതമന്റെ രംഗം കണ്ടപ്പോ കണ്ണ് നിറയുകയാണ്. ഫാത്തിമ നോക്കുമ്പോ മൂന്നാമത് കാണുകയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കഫം തുണിയെടുത്ത് മുഖത്തേക്കിടുകയാണ്. പെങ്ങളെ അനക്കമില്ല, റൂമിനകത്ത് ശബ്ദമില്ല. ഭാര്യ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചിരിക്കുന്ന മുഖത്തോടെ കടക്കുകയാ. പെങ്ങളെ മരണമെന്ന് പറയുന്നത് ഇതിനാണ്, മരണമെന്ന് പറയുന്നത് ഇതിനാണ്. ഭയമില്ല പെങ്ങള്. അസ്രായിലിനോട് സലാം പറഞ്ഞ് ഖുർആനിലെ ആയത്തോതി ശഹാദത്ത് കലിമ പറഞ്ഞ് ഭാര്യയോട് പൊരുത്തം ചോദിച്ച് ഭാര്യയോട് യാത്ര പറഞ്ഞ് ഭാര്യയോട് വസിയത്ത് ചെയ്തിട്ട് റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ, എന്നെ കൊണ്ടുപോകാൻ മലക്കുകൾ കടന്നു വരുന്ന ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറയുകയാണ്. നാട് മുഴുവനും അറിയുകയാണ്. ജനങ്ങൾ ഓടി വരികയാ. വന്നവർ പടച്ചവനെ അത്ഭുതപ്പെടുകയാണ്. എന്തൊരു പ്രകാശമാണ്, എന്തൊരു പുഞ്ചിരിയാണ്, എന്തൊരു സുഗന്ധമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചവർ, ജനാസ പൊതിഞ്ഞവർ, ജനാസ ചുമന്നവർ, ജനാസ നിസ്കരിച്ചവർ, ജനാസ കബറടക്കിയവർ എല്ലാവരും പറയുന്നു സുഗന്ധമാ സുഗന്ധമാ സുഗന്ധമാ. അവസാനം അവിടത്തെ മയ്യത്തടക്കി, അവിടത്തെ ജനാസയടക്കി. എന്നിട്ട് എല്ലാവരും പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുകയാണ്. മയ്യത്ത് കബറടക്കിയിട്ട് എല്ലാവരും പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടി. എല്ലാവരും പരസ്പരം ചർച്ച ചെയ്യുകയാണ്. എല്ലാരും പറയുന്നത് ഒരേ ഒരു വാക്ക്. അസ്രായിലിനോട് സലാം പറഞ്ഞു, ഖുർആനിലെ ആയത്തോതി പടച്ചവനെ ശഹാദത്ത് കലിമ പറഞ്ഞു. എന്തൊരു പ്രകാശം, എന്തൊരു പുഞ്ചിരി, എന്തൊരു സുഗന്ധം, എന്തൊരു മരണം. എവിടെ നിന്നാണ് ഈ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയത്? എല്ലാവരും 100 വട്ടം അവിടെ നിന്ന് നല്ലത് പറയുകയാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്തെന്നറിയോ? എല്ലാവരും നേരെ തിരിച്ചു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുറ്റത്തേക്ക് തിരിച്ചു ചെല്ലുകയാ. എല്ലാവരും വീടിന്റെ മുമ്പിൽ ചെന്നടോ, എല്ലാവരും വീടിന്റെ മുമ്പിൽ ചെന്നടോ. എന്നിട്ട് അവർ ചോദിച്ചു, ഫാത്തിമ ഫാത്തിമ നീ ദുഃഖത്തിലാണെന്നറിയാം ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാം ഫാത്തിമ, നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. നിന്നെ സങ്കടപ്പെടുത്താൻ വന്നതല്ല, നിന്നെ വേദനിപ്പിക്കാൻ വന്നതല്ല. ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. ഒരു നാട് മുഴുവനും വീടിന്റെ മുമ്പിൽ വന്നിട്ട്, ഒരു നാട് മുഴുവനും വീടിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്രായിലിനോട് സലാം പറഞ്ഞല്ലോ. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഈ ആയത്തോതിയിട്ട് ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് നിന്റെ ഭർത്താവ് മരണപ്പെട്ടത്. മുഖത്ത് പ്രകാശമായിരുന്നു, ചുണ്ടിന് പുഞ്ചിരിയായിരുന്നു, ശരീരത്ത് സുഗന്ധമായിരുന്നു. എങ്ങനെയാ ഫാത്തിമ, എങ്ങനെയാ ഫാത്തിമ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ? നിന്റെ ഭർത്താവ് എന്ത് നന്മ ചെയ്തിട്ടാണ്? ഞങ്ങൾക്കും വേണം ഫാത്തിമ, ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അസ്രായിലിനെ കാണുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ, പേടിക്കാതെ ധൈര്യത്തോടെ കിടക്കണം. ഞങ്ങൾക്ക് അങ്ങനെ മരിക്കണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കും.
കൊടുക്കാറ്. നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് തരുന്നു എന്ന് പറഞ്ഞു തരുമോ? ഒരു നാട് മുഴുവനും വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മഖാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മഹദി അവിടെന്ന് പറയുകയാണ്, മഹദി അവിടെന്ന് പറയുകയാ, മഖാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല. ഞാൻ അങ്ങനെയൊന്നും പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം എന്തെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, ലാകിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ ഖവഫ ലില്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള വേറെ ഒരു മനുഷ്യനെ, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ വല്ലാഹി സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവ് ആരെന്നറിയോ? എന്റെ ഭർത്താവ് ആരെന്നറിയോ? മഹ്ദി പറയുകയാ, മഹ്ദി പറയുകയാ, റുബമായദ്കുറുല്ലാഹ ഫിൽ ലൈൽ. ഞങ്ങൾ രണ്ടുപേരും കിടപ്പറയിൽ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ മണിയറക്കകത്ത് പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ അല്ലാ എന്നൊന്ന് പറഞ്ഞു, ഞാൻ അല്ലാടെ പേരെന്ന് പറഞ്ഞു. അല്ലാ എന്ന് പറഞ്ഞപ്പോ ഞാൻ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി, എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. മഹദി പറയുകയാ, റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്ഖി ഹത്താ യുസ്ബിഹ. എന്റെ ഭർത്താവിനോട് നരകം പറഞ്ഞില്ല, മരണം പറഞ്ഞില്ല, ഖബർ പറഞ്ഞില്ല, മസ്സറ പറഞ്ഞില്ല, സിറാത്ത് പറഞ്ഞില്ല. എന്റെ ഭർത്താവിനോട് ഞാൻ അല്ലാ എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരയുകയാ. ഇതാണോ അല്ല എന്ന് പറയുന്നത്? ഇതാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ മഖാമിനകത്ത് കിടക്കുന്ന മഹാന്മാര് അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ? അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും പേടിയില്ല. രണ്ട്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കുണ്ടായിരുന്ന രണ്ടാമത്തെ യോഗ്യത, അവർക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അവർക്ക് നിരാശയില്ല, അവർക്ക് സങ്കടമില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില്, സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരില്, പടച്ചവനെ മക്കളെ നഷ്ടപ്പെട്ടതിന്റെ പേരില് അല്ലാഹു എന്ത് പരീക്ഷണം കൊടുത്താൽ അവർക്ക് നിരാശയില്ലടോ, അവർക്ക് നിരാശയില്ലടോ, അവർക്ക് സങ്കടമില്ലടോ. അല്ലാഹു തന്നു, അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമുക്കല്ലേ സങ്കടമുള്ളത്, നമുക്കല്ലേ പരാതിയുള്ളത്, നമ്മളല്ലേ ആപരാതി പറയുന്നത്. ഉസ്താദേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ വന്നല്ലോ, ഞാൻ
5 നേരം നിസ്കരിക്കുന്നവനാണ്, നോമ്പ് പിടിക്കുന്നവനാണ്, സദഖ കൊടുക്കുന്നവനാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവനാണ്, ഏത് മജ്ലിസിലും പോകുന്നവനാണ്. എനിക്ക് ക്യാൻസർ തന്നല്ലോ, എനിക്ക് ട്യൂമർ തന്നല്ലോ, എനിക്ക് മക്കളെ തന്നില്ലല്ലോ, എനിക്ക് വീട് തന്നില്ലല്ലോ, പടച്ചവനെ എനിക്ക് ജോലി തന്നില്ലല്ലോ, സന്തോഷമുള്ള ജീവിതം കിട്ടിയില്ലല്ലോ. സങ്കടം പറയുന്നത് നമ്മളാടോ, വേദന പറയുന്നത് നമ്മളാടോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അവർക്ക് നിരാശയില്ല, അവർക്ക് നിരാശയില്ല. വഅദ് കേൾക്കാമെന്നവരോട് പറയട്ടെ, ഈമാൻ കാര്യം 6 അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകന്മാരെ വിശ്വസിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. 6ാമത്തെ കാര്യം എന്തേ മുസ്ലിമേ? ഈമാൻ കാര്യം 6. ഈ 6 വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. 1, അള്ളാഹിനെ വിശ്വസിക്കണം, അള്ളാഹിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം. എന്താ ഖിയാമത്ത് നാളിൽ വിശ്വാസം ഉണ്ടാകണം. പിന്നെ അള്ളാഹിനെ വിശ്വസിക്കണം, പ്രവാചകന്മാരെ വിശ്വസിക്കണം, മലക്കുകളെ വിശ്വസിക്കണം, പിന്നെ ഖുർആനിൽ വിശ്വസിക്കണം, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കണം. ഈ 5 വിശ്വാസമുണ്ട്. 6ാമത്തെ എന്താ? 6ാമത്തെ എന്താ? എടാ, ദുഃഖവും സന്തോഷവും അള്ളാഹുവാണ് തരുന്നത് എന്ന് നീ വിശ്വസിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.